ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണ മൈഥിലി മിത്ര ഭാഗം 21. എന്നും ഇങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകാനും വരുവാനും ഒന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഭദ്രൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുറുകിയ മുഖത്തോടുകൂടി ആരോടെന്നില്ലാതെ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പേടകത്തിൽ വിഹാരയാത്ര ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹവും ഇല്ല. അവൻ്റെ സംസാരം ഇഷ്ടപ്പെടാത്ത രീതിയിൽ പാർവതിയും ചൊടിപ്പോടെ മറുപടി നൽകി. പിന്നെന്തേ കോപ്പിനാടി, നാണമില്ലാതെ നീ ഇതിൽ കയറിയത്? സംസാരത്തിൽ ആവോളം പുച്ഛം വാരി വിതറി അവൻ അവളെ രൂക്ഷമായി നോക്കി. നിങ്ങൾക്ക് നല്ല നാണം ഉണ്ടായിരുന്നല്ലോ, പിന്നെന്തിനാ എന്നെ ഇതിലേക്ക് വലിച്ചു കയറ്റിയേ? ഞാൻ കയറിയപ്പോൾ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നോ? വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത പോലെ പാറു അവനെ ദേഷ്യത്തോടു കൂടി നോക്കി. നിന്നെ കയറ്റിക്കൊണ്ട് പോകണമെന്നുള്ള പൂതി കൊണ്ടൊന്നും അല്ല, ആ പാവം കൃഷ്ണമാമയെ ഓർത്ത് മാത്രം ഞാനൊന്നും മിണ്ടാതിരുന്നത്. കാലിപ്പെട്ടുകൊണ്ട് തന്നെ ഭദ്രൻ അവൻ്റെ കാറിൻ്റെ സ്പീഡൊന്ന് കൂട്ടി. ദൈവമേ, ഇതിപ്പോൾ എന്നാത്തിനു കൊണ്ടുവാണോ? മിടിക്കുന്ന നെഞ്ചിനു മുകളിൽ കൈവച്ചുകൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു. പാർവതിയോടുള്ള ദേഷ്യം മുഴുവനും അവൻ ഡ്രൈവിങ്ങിൽ തീർത്തു. ജീവൻ കയ്യിൽ പിടിച്ച് സകല ഈശ്വരന്മാരോടും കേണപേക്ഷിച്ചുകൊണ്ട് അവൾ അതിലിരുന്നു. കൊടിയ മൗനത്തിനിടയിൽ ഇടയ്ക്ക് ദേഷ്യത്തോടെയുള്ള നോട്ടങ്ങൾ മാത്രം ഇരുവർക്കുമിടയിൽ നിലനിന്നു. ഭദ്രൻ്റെ വണ്ടി കോളേജ് ഗേറ്റും കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോഴാണ് അവളുടെ ശ്വാസം ഒന്ന് നേരെ വീണത്. കോളേജ് ബിൽഡിങ്ങിന് തൊട്ട് മുൻപിലുള്ള സ്റ്റാഫുകളുടെ പാർക്കിങ്ങിൽ അവരുടെ വണ്ടി ഒരു സഡൻ ബ്രേക്കോടെ നിന്നതും ജീവൻ രക്ഷപ്പെട്ട രീതിയിൽ അവൾ കാറിൻ്റെ ഡോർ തുറന്ന് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി. നെഞ്ചിന് മുകളിൽ കൈവച്ചുകൊണ്ട് ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു വിട്ടവൾ. ഹോ, ജീവനുണ്ട്! ആ കാലമാടൻ എന്തൊരു വരവാണോ വന്നത്! അവനെ മനസ്സിൽ ചീത്ത വിളിച്ചുകൊണ്ട് മുൻപോട്ടേക്ക് നോക്കിയപ്പോഴാണ് അവിടെ ഇടയിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ തന്നെ ഏതോ ഒരു അത്ഭുത ജീവിയെ പോലെ നോക്കുന്നത് പാർവതി കണ്ടത്. ഡ്രസ്സ് ഓക്കെ ആണല്ലോ. സ്വന്തം ശരീരം മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൾ പിറുപിറുത്തു. പിന്നെന്തായിരിക്കും കാരണം? അധികം തല പുണ്ണാക്കേണ്ട കാര്യം വന്നില്ല. ഡ്രൈവിംഗ് സീറ്റിൽ ഇറങ്ങി വരുന്ന മാരാരെ കണ്ടുകൊണ്ടാണ് ഒട്ടുമിക്ക കുട്ടികളും കണ്ണു വീഴ്ചുകൊണ്ട് നോക്കി നിൽക്കുന്നതെന്ന് പാർവിന് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഈ കാട്ടുപോത്തിനെ എല്ലാവർക്കും ഇത്ര പേടിയോ? അവൾക്കൊന്ന് പൊട്ടിച്ചിരിക്കുവാനായി തോന്നി. വായി നോക്കി നിൽക്കാതെ വേഗം ക്ലാസ്സിൽ പോകാൻ നോക്കടി. ഭദ്രൻ്റെ അലറിച്ച തൊട്ടടുത്തു നിന്നും കേട്ടതും ക്ലാസ് ലക്ഷ്യമാക്കി അവൾ ഓടി. ഡിഗ്രി ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ്സുകൾ എവിടെയാണെന്നൊരു ഊഹവും ഇല്ല. ആരോടെങ്കിലും ചോദിക്കാമെന്നങ്ങൾ നനച്ചുവെങ്കിലും തന്നെ നോക്കുന്ന എല്ലാവരുടെയും കണ്ണുകളിൽ ഒരു പേരറിയാത്ത വികാരം മിന്നിമറയുന്നത് അവൾക്ക് കാണുവാനായി സാധിച്ചു. ഷോ, ഇതുങ്ങളെല്ലാവരും എന്തിനെ എന്നെ ആ കാലിനെ ഇങ്ങനെ നോക്കുന്നേ? ഇനിയിപ്പോൾ ആ ഭൂതത്തിൻ്റെ കാറിൽ കയറി വന്നിട്ടാണോ? ഒരു കുന്നോളം സംശയങ്ങൾ മനസ്സിൽ മുളപൊട്ടിയപ്പോൾ അവൾ ഒട്ടൊരസഹ്യതയോടെ മുഖം വെട്ടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. ആരോടൊക്കെയോ വഴി ചോദിച്ചുകൊണ്ട് ഒടുവിൽ മാത്സ് ബ്ലോക്കിൽ എത്തിച്ചേർന്നത് മാത്രം ഓർമ്മയുണ്ട്. ഓരോ വിഷയത്തിനും ഓരോ ബ്ലോക്കുകളായിരുന്നു ആ കോളേജിൽ. ഡിഗ്രിയും പി ജിയും ഒരുമിച്ചാണ് ഓരോ ബ്ലോക്കിലും. ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡും ടീച്ചിങ് സ്റ്റാഫുകളും മിനി ലൈബ്രറിയും ഒക്കെ അടങ്ങുന്ന ഒരു 3-4 നിലയിൽ കെട്ടിപ്പൊക്കിയ വിശാലമായ മാത്സ് കോംപ്ലക്സിലേക്ക് വലതുകാൽ വെച്ച് തന്നെ അവൾ കയറി. ഭാഗ്യത്തിന് ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ്സുകൾ ആദ്യത്തെ ഫ്ലോറിൽ തന്നെ ആയിരുന്നതിനാൽ അവൾക്കധികം തിരഞ്ഞ് കഷ്ടപ്പെടേണ്ടിയും വന്നില്ല. നേരെ പോയി ക്ലാസ്സിലേക്ക് കയറി. നോക്കുമ്പോൾ പകുതിയോളം കുട്ടികൾ നേരത്തെ തന്നെ ഇരിപ്പിടങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നേരിയൊരു അപരിചിതത്വം തോന്നിയെങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി പെൺകുട്ടികളുടെ വശത്തുള്ള നടുക്കായി കിടന്ന ഒരു ബെഞ്ചിൽ പോയിരുന്നു. എല്ലാം അവസാനിച്ചിടത്ത് നിന്ന് ഇനി ഒന്നേന്ന് തുടങ്ങണമെന്ന് മനസ്സിലിരുന്നു കൊണ്ട് ആരോ പറയുന്നുണ്ടായിരുന്നു. ആദ്യമായി സിറ്റി കോളേജിലെ ഫ്രണ്ട്സിനെ ഓർത്ത് അവൾക്ക് സങ്കടം തോന്നി, കൂടെ രോഹിത്തിനെയും. അപ്പോഴാണ് രോഹിത് രാത്രി ഇന്നലെ തൊട്ട് സംസാരിച്ചിട്ടില്ലെന്ന് അവൾ ഓർത്തത്. ജീനിൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ എടുത്ത് മിസ് കോൾ വല്ലതും ഉണ്ടോ എന്ന് അവൾ ചെക്ക് ചെയ്തു. ഇല്ലെന്ന് കണ്ടതും വാട്സപ്പ് തുറന്നു നോക്കി. അതിൽ രാത്രി അയച്ചിരിക്കുന്ന മെസ്സേജിന് ബ്ലൂടൂത്ത് വീണിട്ടും മറുപടി ഒന്നും തന്നെ ഇല്ല എന്ന് കണ്ടതും മനസ്സിലെവിടെയോ ഒരു കുഞ്ഞു നീറ്റലുണ്ടായി പെണ്ണിന്. അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുവെന്ന് തോന്നിയതും തലയൊന്ന് കുടഞ്ഞവൾ. ഇപ്പോഴും ഈ നാടിനെ അംഗീകരിക്കാൻ പൂർണ്ണമായും മനസ്സിനെ അവൾ മനഃപൂർവ്വം തടങ്കിലാക്കാൻ ശ്രമിച്ചുകൊണ്ട്
തനിക്കരികിലായിരുന്ന പെൺകുട്ടിയിലേക്ക് അവൾ മനഃപൂർവ്വം നോട്ടത്തെ പായിച്ചു. തന്നെ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുന്ന ആ പെൺകുട്ടിയോട് പാറു ഒരു ഹായ് പറഞ്ഞു നോക്കി. അവളുടെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിടരുന്ന് കാണാൻ കഴിഞ്ഞു. ഇരുനിറവും വട്ടമുഖവും കുഞ്ഞു കണ്ണുകളും ഒക്കെയുള്ള ഒരു ശാലീന സുന്ദരി. സാധാരണ ഒരു ചുരിദാറാണ് വേഷം. അവളുടെ വലതു കവളിലുള്ള ആഴത്തിലുള്ള നുണക്കുഴിയാണ് പാർവതിയെ അവളിൽ ഏറ്റവും ആകർഷിച്ചത്. ഹലോ, ഞാൻ പാർവതി. അവൾക്ക് നേരെ വലങ്കൈ നീട്ടിയവൾ. എൻ്റെ പേര് ഷാരി. വളരെ പതിയെ ഒന്ന് വിറച്ചുകൊണ്ടാണ് പെണ്ണ് പാറുവിൻ്റെ കൈക്ക് മീതെ അവളുടെ കൈ ചേർത്ത് വെച്ചത്. ആൾ ഇൻട്രോവേർട്ടാണെന്ന് ഒറ്റ കാഴ്ചയിൽ തന്നെ പാർവതിക്ക് മനസ്സിലായതിനാൽ അധികം അവളെ സംസാരിച്ച് പേടിപ്പിക്കുവാൻ ആദ്യ ദിവസം തന്നെ അവൾ മുതിർന്നില്ല. വീടെവിടെയാ? ക്ലാസ്സിലേക്ക് കയറി വരുന്ന ഓരോരുത്തരെയും ശ്രദ്ധിച്ചുകൊണ്ട് അവൾ ആരാഞ്ഞു. മഹാദേവൻ്റെ അമ്പലത്തിനടുത്താണ്. കാറ്റുപോലെ പതിഞ്ഞ് അവളുടെ ശബ്ദം വീണ്ടും കേട്ടു. പാർവതിക്ക് ചിരി വന്നുപോയി. ഒരു ടിപ്പിക്കൽ മല്ലുകളിനെയാണോ ദൈവമേ നീ എനിക്ക് ആദ്യമേ തന്നെ തന്നത്? അവൾ കൈകൾ മുകളിലേക്ക് നീട്ടി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അടുത്തിരുന്നവളുടെ ഉണ്ടക്കവിളുകൾ പരിഭവത്താൽ ഒന്ന് കോടുന്നത് കണ്ടു. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേടാ തക്കുടു, നീ പൊളിയാ പെണ്ണെ. എന്നാലും ഇത്രയും പാവം ആവണ്ട കേട്ടോ. ഷാരുവിൻ്റെ ഉണ്ടക്കവളിലൊന്ന് പിടിച്ചു വലിച്ചു വിട്ടിട്ട് അവളെ പാറു ചേർത്ത് പിടിച്ചു. പെണ്ണിൻ്റെ കണ്ണുകൾ വീണ്ടും കുഞ്ഞാവുന്നതും അവിടെ ചിരി പടരുന്നതും അവൾ ശ്രദ്ധിച്ചു. അതെ, എൻ്റെ വീടും ആ മഹാദേവൻ്റെ വീടിനരികിലാണ്. പാർവതി അവളെ നോക്കി ഒരു കണ്ണിറുക്കി കാട്ടിക്കൊണ്ട് പറഞ്ഞു. അതെയോ, എവിടായിട്ട് വരും? ഷാരിയുടെ കണ്ണുകൾ വിടർന്നു വന്നു. അതൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. കാരണം ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ. പാർവതി അവളുടെ നുണക്കുഴിയിൽ കൊത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരേ നാട്ടുകാരാണല്ലേ? പെണ്ണിൻ്റെ സന്തോഷം വീണ്ടും കണ്ണുകളിൽ തിളങ്ങി. അപ്പോഴേക്കും ക്ലാസ്സിലെ ബെഞ്ചുകളൊക്കെ ഒരുവിധം സ്റ്റുഡൻസിനെ കൊണ്ട് നിറഞ്ഞിരുന്നു. കലപില വർത്താനത്താൽ അവിടെ ആകെ ബഹളമയമായി. സൈലൻസ്. ഗാംഭീര്യത്തോടെയുള്ള ഉച്ചത്തിലുള്ള ഒരു പുരുഷ ശബ്ദവും അതോടൊപ്പം തന്നെ ടീച്ചർ ടേബിളിന് മേൽ ആരുടെയോ കൈകൊണ്ടുള്ള ഊക്കോടെയുള്ള ഒരടിയും കേട്ടതോടുകൂടി എല്ലാവരും പൊടുന്നനെ നിശബ്ദരായി. ഒരു മുട്ടുസൂചി വീണാൽ കേൾക്കാവുന്നത്ര നിശബ്ദത അവിടെ ആകെ പരന്നു. ഷാരിയുമായി സംസാരത്തിൽ മുഴുകിയിരുന്നവൾ ഒരു ഞെട്ടലോടെ ഒച്ച കേട്ട അതിൻ്റെ ഉറവിടത്തിലേക്ക് കണ്ണുകൾ പായിച്ചു. ഇയാൾ ഇവിടെ വന്നോ? അവിടെ കണ്ട കാഴ്ചയിൽ അവളുടെ കണ്ണുകൾ പുച്ഛത്തോടെ ഒരു നിമിഷം കുറുകിപ്പോയി. ഭദ്രേട്ടൻ. അടുത്തിരിക്കുന്നവളുടെ ചുണ്ടിൽ നിന്നും സ്നേഹത്തോടെയുള്ള ഒരു പതിഞ്ഞ ശബ്ദം പാർവതി കേട്ടു. ഇവയ്ക്ക് കാലനെ അറിയോ? അത്യധികം ബഹുമാനത്തോടെ അങ്ങരുടെ മുഖത്ത് നോക്കിയിരിക്കുന്ന ഷാരിയെ നോക്കി നെറ്റി ചുളിച്ചുകൊണ്ട് പാർവതി മനസ്സിൽ പിറുപിറുത്തു. ഇത് ക്ലാസ്സോ അതോ ചന്തയോ? മാരാരുടെ ദേഷ്യത്തോടെയുള്ള ചോദ്യം ആ ക്ലാസ്സിൽ പ്രതിഫലിച്ചു. അല്ല, നിങ്ങളുടെ കുഞ്ഞമ്മയുടെ നായരുടെ വീട്. അവൻ്റെ ചോദ്യം ഇഷ്ടപ്പെടാത്ത രീതിയിൽ പാറു ചുണ്ടുകൾ കൂട്ടി. ഞാൻ ഭദ്രൻ മാരാർ, നിങ്ങളുടെ മാത്സ് ടീച്ചറാണ്, കൂടെ ഈ ക്ലാസ്സിൻ്റെ ഇൻചാർജും. അവൻ്റെ ശബ്ദം ഏതോ ഗുഹയിൽ നിന്നും കേട്ടതുപോലെയാണ് അവക്ക് തോന്നിയത്. എല്ലാം പൂർത്തിയായി എൻ്റെ വെങ്കടേശ്വര. പാർവതി കണ്ണുകൾ അടച്ചിരുന്നു തലയിൽ കൈവച്ചിരുന്നു പോയി. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് വേഗം വരാം കേട്ടോ. വേഗം വായിച്ചിട്ട് റിവ്യൂ തന്നാൽ മാത്രമേ ഞാൻ അടുത്ത പാട്ട് തരികയുള്ളേ. അപ്പോൾ വേഗം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പോരട്ടെ.